welcome to Market Discussion of the Day. Today, November 28th, 2024, Thursday ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം നമുക്ക് US മാർക്കറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഓക്കെ, US മാർക്കറ്റ് എന്തുകൊണ്ട് ക്ലോസ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എക്കണോമിക് കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. ഓക്കെ, താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. അതുകൊണ്ടിട്ട് തന്നെ US മാർക്കറ്റ് ഇല്ല. അപ്പം US മാർക്കറ്റ് മാർക്കറ്റ് ആ സമയത്ത് ഓടത്തില്ല എന്നൊന്നുമല്ല, US മാർക്കറ്റ് ഓപ്പൺ അല്ലാത്തത് കൊണ്ടിട്ട് വോളിയം ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ വോളിയം കുറവായതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ ടെക്നിക്കാലിറ്റീസ് ഒന്നും തന്നെ വർക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ചിലപ്പോൾ നിങ്ങൾ വലിയ ക്യാൻഡിൽസ് ഒക്കെ ഒറ്റ ക്യാൻഡിൽ തന്നെ വലിയ ക്യാൻഡിൽസ് ഉണ്ടാവാം. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഭയങ്കര കുറവായിരിക്കാം. ഇതൊക്കെ അങ്ങനത്തുള്ള കുറേ പ്രത്യേകതകൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ US മാർക്കറ്റ് US മാർക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ്. ഓക്കെ, പക്ഷേ നാളെ ഫ്രൈഡേ നമുക്ക് ഫുള്ളായിട്ടൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് ന്യൂസുകളൊന്നുമില്ല. രാത്രി UK ടൈമിംഗ്, അതായത് ഇന്ത്യൻ ടൈമിംഗ് വെളുപ്പിനെ നമ്മുടെ JPYയിൽ റീറ്റെയിൽ സെയിൽസ് ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ന്യൂസുകളും ഇല്ല. ഓക്കെ, സോ ഇന്നലെ നമുക്കറിയാമായിരുന്നു, ഇന്നലെ നമ്മൾ GDP ഡേ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്നലെ GDP ഡേ ആയതുകൊണ്ടിട്ട് തന്നെ GDP മാത്രമല്ല വേറെ കുറേ ന്യൂസുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വലുതായിട്ട് മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടായതുമില്ല. എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, GDPയും ഫോർകാസ്റ്റും പ്രീവിയസും എല്ലാം ഒരേപോലെ ആയിരുന്നു. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് വലുതായിട്ടൊരു മാറ്റമില്ല. അത് ശരിയായിട്ടുള്ളൊരു ന്യൂസാണോ അല്ലെങ്കിൽ ആക്ച്വലായിട്ടുള്ളൊരു സംഭവമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പം ജോബ് ഡേറ്റ വരാൻ നേരത്തെ അത് ഭയങ്കര നെഗറ്റീവായിട്ടായിരുന്നു US ഡോളറിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പല കാര്യങ്ങളും US ഡോളറിനെ നെഗറ്റീവായിട്ടായിരുന്നു അഫക്റ്റ് ചെയ്തത്. നമ്മൾ നേരത്തുള്ള ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും GDP അനൗൺസ്മെൻറ്റിനകത്ത് ഒരു മാറ്റം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ആക്ച്വലും ഫോർകാസ്റ്റും പ്രീവിയസുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ലാത്ത ആണ് ഇന്നലത്തെ GDP അനൗൺസ്മെൻറ്റ് വന്നത്. ഓക്കെ, അതുകൊണ്ടാണ് മാർക്കറ്റിൽ വലിയ ഓട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരുന്നതെന്നുള്ളതാണ് അതിനകത്തുള്ളൊരു യാഥാർത്ഥ്യം. ഓക്കെ, നമുക്ക് നേരെ എന്താ പറയുക നമ്മളുടെ റഷ്യ ഉക്രൈൻ വാറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു എന്തെങ്കിലും ഒരു അറ്റാക്കോ എന്തെങ്കിലും ഒരു അപ്ഡേറ്റോ നമുക്കൊരു ഈ വീക്കെൻഡ് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓക്കെ, അതുമാത്രമല്ല ഇസ്രയേൽ ഹമാസ് സീസ് ഫയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മിക്കവാറും ഡൊണാൾഡ് ട്രംപൊക്കെ അധികാരത്തിലേക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉള്ളു എന്നുള്ളതാണ്. ആ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും അതേപോലെ നടക്കുന്നു. ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇസ്രയേലും ഹെസ്ബുള്ളയായിട്ടുള്ളൊരു സീസ് ഫയർ നടന്നിട്ടുണ്ട്. പക്ഷേ അത് വെറും 60 ദിവസത്തേക്ക് മാത്രമുള്ളൊരു എഗ്രിമെൻ്റാണ്. 60 ദിവസത്തേക്ക് വെടി നിർത്തി വെക്കുന്നു മാത്രമുള്ള എഗ്രിമെൻ്റാണ് ഇപ്പം അറ്റ് പ്രസൻറ്റ് നടന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നീട് നമ്മളുടെ പല രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇറാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറാനിൽ പുതിയ ജനറേഷൻ അധികാരത്തിലേക്കുന്നതിന് അനുസരിച്ച് അവർക്ക് വോറ് വേണ്ട, അവർക്ക് സമാധാനമാണ് വേണ്ടുന്നത് എന്നുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ അവിടെ നിന്നുള്ള കുറച്ച് നല്ല ന്യൂസുകളാണത്. ഓക്കെ, അത് US-നെയും വെസ്റ്റേൺ കൺട്രീസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് നെഗറ്റീവായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. കാരണം വെസ്റ്റേൺ കൺട്രീസിൻ്റെയും US-ൻ്റെയൊക്കെ വൺ ഓഫ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണ് ഈ വോർ നടക്കുമ്പം ആയുധങ്ങൾ ഇവർക്ക് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ അപ്പം അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉക്രൈനെ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് രക്ഷിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ വെസ്റ്റേൺ കൺട്രീസിൻ്റെ വൺ ഓഫ് ദ മെയിൻ എന്താ പറയുക സ്രോതസ്സാണ് ഉക്രൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വോറിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങൾ എടുക്കുന്ന അനുമാനങ്ങളാണ് നമുക്ക് ഇത് വരുന്നത്. കാരണം ഞാൻ ഉദ്ദേശിച്ചത് മാർക്കറ്റ് വാർ ഇപ്പോഴൊന്നും അവസാനിക്കാനില്ല, പ്രത്യേകിച്ച് ഉക്രൈൻ റഷ്യ വാർ ഇപ്പോഴൊന്നും അവസാനിക്കാനുള്ള ചാൻസുകളില്ല. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് എന്താ പറയുക ഗോൾഡൊക്കെ അപ്സൈഡിലോട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് നിന്നുള്ളൊരു ഒരു ചെറിയൊരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. പെട്ടെന്നൊന്നും ഗോൾഡ് താഴോട്ട് പോകത്തില്ല എന്നുള്ള കാര്യം. ഓക്കെ, സോ നമുക്ക് നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ നേരെ JPYയിലോട്ട് തന്നെ ആദ്യമേ പോവാം. JPY വലിയൊരു ഫോളാണ് നടന്നിട്ടുള്ളത്. ഇന്നലത്തെ ദിവസം വലിയൊരു ഫോളാണ് നടന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഏകദേശം മെനഞ്ഞാന്ന് 153.50 നിന്ന് ഇന്നലെ ഓൾമോസ്റ്റ് മാർക്കറ്റ് വന്നത് 151.54. ഇന്ന് രാവിലെ മാർക്കറ്റ് 150.50 ആ ഒരു ലെവൽ വരെ മാർക്കറ്റ് വന്നു. ഇപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 151.72 ഓക്കെ. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ഏഷ്യ ക്ലോസ് ആയി. ഇനി US ഓപ്പൺ ആവുന്ന സമയത്ത് 152 മുകളിൽ കയറിയാലും നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഓക്കെ, സപ്പോസ് US ഓപ്പൺ ആവുന്ന സമയത്ത് 152 മുകളിൽ, അതേപോലെ യൂറോപ്പ് ക്ലോസ് ആവുന്ന സമയത്ത് UK ടൈമിംഗ് 3 മണിക്ക് 152 മുകളിൽ. ഓക്കെ, ഇന്ന് ക്ലോസ് ആവുന്നത് 152 മുകളിലാണെങ്കിൽ നമുക്ക് പെയ്യെ ചിന്തിച്ച് തുടങ്ങാം. നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ക്ലോസ് ആവുന്ന സമയത്ത് 152 താഴെയാണ് നാളെ ഏഷ്യൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ടൈം 7:30 മണിക്കും 152 താഴെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെല്ല് ചെയ്തുകൊണ്ടും കച്ചവടം ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇന്ന് ക്ലോസ് ആവുന്നത് 152 മുകളിലാണ്. നാളെ രാവിലെ 7:30 മണിക്കും 152 മുകളിലുമാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് JPYയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. കാരണം എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് JPYയിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും തീരുമാനം എടുക്കേണ്ട. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. നാളെ ആവട്ടെ, കാരണം ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. കാരണം മാർക്കറ്റിൽ ഒരുപാട് വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വന്നു കഴിഞ്ഞാൽ യൂറോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.0500 ഒരു ബൈ പോയിൻ്റ് ആണ്. പക്ഷേ 1.0700 ആണ് ഒരു ബെറ്റർ ബൈ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് 1.0500 അടുത്തായിട്ട് 2 മാർക്കറ്റ് ടൈമിങ്ങിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.3 ലോട്ട് എടുത്താൽ മതിയാവും. കാരണം താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. നമുക്ക് മാർക്കറ്റിൽ വോളറ്റാലിറ്റി, മാർക്കറ്റ് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വന്നു കഴിഞ്ഞാൽ GBP ഭയങ്കര നല്ലൊരു അപ്സൈഡിലോട്ട് മൂവ്മെൻ്റ് ഉണ്ടായി. ഇന്നലെ നമ്മളുടെ മാർക്കറ്റ് ഡിസ്കഷനിനകത്ത് ഇരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് 1.2500 അടുത്ത് വെച്ച് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.25250 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ മാർക്കറ്റ് 1.2500 ഒരു വരച്ച വരയിൽ വന്ന് നിൽക്കും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. സോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 100-150 പിപ്പോളം മുകളിലോട്ട് അവർക്ക് നല്ലൊരു ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ആ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് GBPയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനിയും നമുക്ക് 1.2500 കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുന്ന് ബൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. 1.2600 നമുക്ക് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് അവിടെ അറ്റ്ലീസ്റ്റ് ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിന് നമുക്ക് 1.2600 അടുത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇന്നത്തെ ദിവസമാണെങ്കിൽ ഒരു 0.3 ലോട്ട് മാത്രമേ 1 ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. നേരെ ഗോൾഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗോൾഡിൽ ഇപ്പം എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 2500, 2630, 2660 ആ ഒരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആഴ്ചത്തെ തുടക്കം തിങ്കളാഴ്ച 2700 നിന്നിട്ട് മാർക്കറ്റ് 2600 വരെ ഓൾമോസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് 950 പിപ്പ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 950 അല്ല, ഓൾമോസ്റ്റ് 1200 പിപ്പോളം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മാർക്കറ്റ് ഒന്ന് ശാന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അറിഞ്ഞുകൂടെ എങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ എപ്പോഴും ഗോൾഡിൽ നമ്മൾ ഒരു അപ്പ് ട്രെൻഡാണ്, ഡൗൺ ട്രെൻഡാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഡ്യൂ ടു ദ പൊളിറ്റിക്കൽ കണ്ടീഷൻ അറൗണ്ട് ദ വേൾഡ് നമുക്ക് ഒരു കാരണവശാലും ശാന്തമായൊരു മാർക്കറ്റ് കണ്ടീഷനല്ല, മുകളിലോട്ടായിരിക്കും മാർക്കറ്റ് എന്നുള്ളതാണ്, അപ്പ് ട്രെൻഡ് തന്നെയാണെന്നുള്ളതാണ്. അതുകൊണ്ടിട്ട് തന്നെ റീട്രേസ്മെൻറ്റിൽ വാങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി 2630 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടെ നിന്ന് വാങ്ങി തുടങ്ങാം. ഓക്കെ, 2515 നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെൻഡിങ് ഓർഡർ വേണമെങ്കിലും ഇടാം. ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.3 ലോട്ട് മാത്രമേ ഇന്നത്തെ ദിവസം എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരൊറ്റ കാര്യം വെച്ചിട്ടായിരിക്കണം അത് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രീവിയസ് ലോ ആയിട്ടുള്ള 2605 താഴെയായിട്ട് 1, 2, 3, 4 ഡോളർ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വേണം 2515 ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഉറപ്പായിട്ട് 2512 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ബൈ ചെയ്യാം. 2620 താഴെയായിട്ടൊരു $3 താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ് അവിടുന്ന് ബൈ ചെയ്താലുള്ളൊരു കാര്യം.
ഓക്കെ. സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളൊരു കാര്യം. ഇന്ന് മാർക്കറ്റിൽ കുറച്ചും കൂടെ എന്താ പറയുക, നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് നോക്കേണ്ട മാർക്കറ്റാണ്. കാരണം ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ടിട്ട് മാർക്കറ്റിനെ അതിൻ്റേതായ രീതിയിൽ കണക്കാക്കുക. ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു 0.3 ലോട്ട് മാത്രം ഇന്നത്തെ ദിവസം എടുക്കുക. നാളെ നമുക്ക് നല്ല ദിവസമാണ്. നാളെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് തരും. ശാന്തമായൊരു ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് മാർക്കറ്റിനെ സമീപിക്കാം. ഓക്കെ ഗൈസ്, ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ള കാര്യം. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും ഇതിന് മിസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. 2 ആഴ്ച കഴിയുമ്പം അടുത്ത ക്ലാസ്സും അതിൻ്റെ 2 ആഴ്ച കഴിയുമ്പം വീണ്ടും അടുത്ത ക്ലാസ്സും നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. ബൈ. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.